എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കുമുണ്ടേ ഒരു ഹൈവേ 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 ഞാനിത് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം, പേരാമ്പ്ര പോയി കഴിഞ്ഞിട്ട് ഞാൻ ചാലക്കുടിക്ക് പോരായിരുന്നു. അപ്പോൾ നമ്മുടെ പോട്ട ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അവിടേക്ക് കയറുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി തന്നെ ഒരു പൊന്തൽ. എന്താ സംഭവം? ഈ ഹൈവേകളുടെ ഒക്കെ എഡ്ജുകളിലും നടുവും ഒക്കെ തന്നെ തോടും വരമ്പുമായിട്ട് മാറിയിരിക്കുന്നൊരു സ്ഥിതിയാണ്. നമ്മൾ ഏറ്റവും വലിയ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന പൊങ്ങം മുതൽ നമ്മുടെ ഈ പോട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂർക്ക് പോണ പല ഹൈവേയിലെ പല സ്ഥലങ്ങളും നമ്മളെ മരണത്തിലേക്ക് കൊണ്ട് തള്ളിവിടുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ചെറങ്ങര ഭാഗത്ത് ഹൈവേ തോട് പോലെയായിരിക്കുന്നു, വരമ്പ് പോലെയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഞാൻ ആ പ്രക്ഷോഭങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നു. കാരണം ആ പ്രക്ഷോഭം നടത്താൻ ഇവിടെ ചാലക്കുടിയിലെ MLA സനീഷ് കുമാർ ജോസഫെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ് അതിൽ വലിയ കാര്യം. അദ്ദേഹം ഈ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അവിടെ സമരം നടത്തി. ആ സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്ന് ആ തോട് മാറ്റും ഉടൻ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു. ആ ചെറങ്ങര സിഗ്നൽ ജംഗ്ഷനിലുള്ള ആ വരമ്പും തോടൊക്കെ കുറച്ച് പൊളിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ചെറങ്ങര ജംഗ്ഷൻ എത്തണ വരെയുള്ള സ്ഥലങ്ങളും ചെറങ്ങര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്ങത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ കാണണം. ഇത്രയേറെ അപകടം പിടിച്ചൊരു സ്ഥലം വേറെയില്ല. ഇത്രയേറെ അപകടം പിടിച്ച സ്ഥലം. ആളുകളുടെ കയ്യിൽ നിന്ന് ടോൾ മുഖേന പൈസ വാങ്ങിച്ച് ഈ ടോൾ കേന്ദ്രങ്ങൾ തുറന്ന ആളുകളെ തുറന്നു തിന്നാനിരിക്കുന്ന ഈ ഹൈവേ സംവിധാനങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് സംവിധാനങ്ങൾക്ക് ഈ റോഡിൻ്റെ കാര്യങ്ങൾ, റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കി പോകാനായിട്ടുള്ള ഇടപെടൽ, കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല? ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പേര് ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ പുരുഷന്മാരെ പോലെ വണ്ടി ഓടിച്ച അത്ര പരിചയം ഒക്കെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ തോടിലും വരമ്പിലും തട്ടി ജീവിതം പണ്ടാറടങ്ങാനായിട്ട് വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ലജ്ജയില്ലേ? നാണം കെട്ട ഭരണവ്യവസ്ഥയെ, ജനാധിപത്യ സംവിധാനങ്ങളെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ റോട്ടിലൂടെ പോകുന്ന, ഞാൻ പറയുന്നത് നമ്മുടെ കളക്ടർ സാർ, അദ്ദേഹം ഒരു 2 വീലറിൽ ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പൊങ്ങം മുതൽ നമ്മുടെ കൊടകര വരെ 2 വീലറിൽ സഞ്ചരിക്കണം. അദ്ദേഹം 2 വീലറിൽ സഞ്ചരിക്കണം. ഇവിടെ MP ആയിരുന്നൊരു മഹാനുണ്ട്, ബെന്നി ബെഹന്നാൻ, അദ്ദേഹം സഞ്ചരിക്കണം. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഒരു 2 വീലറിൽ കയറി ഇതുപോലെ സഞ്ചരിക്കണം. അതുപോലെ ഇവിടുത്തെ ഭരണസ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ. അപ്പോൾ അറിയാം, അവർക്ക് മനസ്സിലാവും. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ കൂടെ വരുന്ന കൂറ്റൻ ലോറിയുടെ അടിയിലേക്കാണ് പോവുക. അപ്പോൾ അതേ എൻ്റെ സൈഡിൽ കൂടെ പോകണല്ലോ, അതുപോലെയുള്ള വാഹനങ്ങളുടെ അടിയിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സന്ദർശനം നടത്തിയ ആളുകളെ വിഡ്ഢികളാക്കി, ആളുകളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഭീതികരമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഈ NH സംവിധാനങ്ങൾ, ഈ ഹൈവേകൾ. ഒന്നുകിൽ നിങ്ങൾ ഈ ടോൾ പരിപാടി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ നന്നാക്കാനായിട്ടുള്ള ഇടപെടൽ ചെയ്യുക. ഇതൊന്നുമില്ലാതെ വെറും പ്രഹസന കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഈ സാധാരണക്കാരായ ആളുകളെ മുഴുവൻ ഈ മരണത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾ പല്ലിളിച്ചിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരിക്കൽ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള സംവിധാനങ്ങളിൽ തലയടിച്ച് വീണും പല്ലടിച്ച് വീണും ഉണ്ടാകുന്ന അപകടങ്ങൾ നിങ്ങളുടെ ആളുകൾക്കും ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. കാരണം ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്രയേറെ ഭീകരാവസ്ഥയാണ്. പല സൈഡുകളിലും റോഡിൻ്റെ നടുക്ക് പോലും തിണ്ടും വരമ്പും. തിണ്ടുകൾ കൊണ്ടും വരമ്പുകൾ കൊണ്ടും സമ്പന്നമായ ഈ NHയിലൂടെ സഞ്ചരിക്കാൻ, ഈ എറണാകുളം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പൊങ്ങം മുതൽ കൊടകര വരെ ഈ തിണ്ടും വരമ്പും അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ, അതിലൂടെ യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം. സൂക്ഷിക്കുക, അതല്ലെങ്കിൽ പല്ലും തലയൊന്നും കിട്ടില്ല. വല്ല ലോറിയുടെ അടിയിൽ പോയി ചതഞ്ഞരഞ്ഞ് പോവും.
ഒരുപാട് സ്ഥലങ്ങളിൽ ചരങ്ങരയിലുണ്ട്, കൊരട്ടിയിലുണ്ട്, പെരുമ്പിയിലുണ്ട്, പൊങ്ങത്തുണ്ട്, ഞാൻ പറഞ്ഞ നേരത്തെ മേൽപ്പാലത്തുണ്ട്. ഇതൊക്കെ പുലിവാലായിക്കൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ജനസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ കൊടും ക്രൂരതയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ NH കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. മറ്റേതാണെന്ന് നോക്കി പറഞ്ഞാണ് ബൈക്കുകാർക്ക് ഭയങ്കര ഡേഞ്ചർ. അത് ഏത് ഇവിടെ നോക്കി ഇത്ര നല്ല റോഡ് സംവിധാനം ഒരുക്കിയ ഇവിടെ കുഴിയാണ്. ചേട്ടാ നോക്കി താഴ്ന്നു പോയിട്ട് റോഡ്. കാറ് മദ്രേസിന് ഇത് കലക്കിട്ടാ ഇവിടെ ഉണ്ട് സാധനം ശരിയാക്കി എന്ന് പറഞ്ഞു. കുറച്ച് ഭാഗം ശരിയാക്കി പരിപാടി അവസാനിപ്പിച്ചു. ഓടോ കളക്കറ സൂപ്പറായി ഞാനിത് ഇവിടെ പോവാ ശരിക്കും തോട്. കാറും പ്രശ്നം തന്നെയാണ്. വലിയ വണ്ടികൾക്ക് മാത്രമേ പിന്നെയും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാട്ടായി. റോഡ് ടാറിങ്ങിൻ്റെ ഗുണമേന്മ ഉണ്ട്. ചാട്ടം വെച്ച് ഇത് വെച്ചിട്ട് ചവിട്ടിയൊക്കെ അടിച്ചല്ലേ ഒന്നിക്കണോ കണ്ടു. റെയിലാണ്, റെയിൽ പാളം. ഭംഗിയുള്ള താരങ്ങൾ
3 മാന്ത് 4 കള പിന്നെ കുറച്ച് ടാറിട്ട് പരത്തി പരിപാടി അവസാനിപ്പിച്ചു. അതിൽ കൂടുതൽ എന്താണ് കളക്ടർ വന്നതിന് ശേഷം ഉണ്ടായത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ യോഗം ഗതി അതന്നെ. ഈ ടോളിൻ്റെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 രൂപ മേടിച്ചിട്ടാണ് ഈ മരണത്തോടും മരണവരമ്പും താണ്ടി യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാലിയേക്കര ടോളിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ടോളിൽ കയറി കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന് നിങ്ങൾക്ക് വലിയ വിലയുണ്ട്. കാരണം ഈ പണ്ടത്തെ വയലേലകളിലെ തോടും വരമ്പും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും അതുമ്പോൾ പല്ലടിച്ച് വീഴാനും പിന്നെ നിങ്ങൾക്ക് മരണത്തിലേക്ക് സുഖമായിട്ട് കടന്നു പോകാനും വേണ്ടി വേദിയൊരുക്കുകയാണ് ഈ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഈ തമിഴ്നാട്ടിലെ ആളുകളൊക്കെ കുറ്റം പറയില്ലേ, അവിടത്തെയൊക്കെ റോഡുകൾ പോയി കാണുക, എത്ര മനോഹരമാണ് റോഡുകൾ. ഇത് ടോള് പിരിവും പിരിച്ച് ആളുകളെ ഒടുക്കത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സംവിധാനങ്ങളായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. 140 രൂപയുടെ ടിക്കറ്റ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ വിധിയും അതിൽ കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാം.